ഇത്രയൊക്കെ കള്ളത്തരം ചെയ്തിട്ടും ശ്രീനിവാസൻ ചേട്ടൻ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടിട്ടും വിനീതേട്ടൻ തന്നെ വേണ്ടി വന്നു കേട്ടോ മന്ത്ലി അക്കൗണ്ടിലേക്ക് ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യാനും കെയർ ചെയ്യാനും. അതെ, അതാ പറഞ്ഞേ. പുള്ളി എന്നെ അങ്ങനെ എന്നെ ഒരു മകനെ പോലെയാണ് എന്നെ കണ്ടിരുന്നതും അന്നും ഇന്നും എന്നെ അങ്ങനെ നോക്കിയിരുന്നത്. ലാസ്റ്റ് സിനിമയിലെ ട്വിസ്റ്റ് പോലെ ഈ അച്ഛൻ പൈസ കൊടുത്തിട്ട് പുള്ളി അടച്ചതാണെങ്കിലോ? അല്ല, എന്റെ അച്ഛൻ അങ്ങനെ ഇരിക്കുന്നു. കാരണം ചേട്ടന്റെ കല്യാണത്തിന് പോലെ അവനെ വിളിച്ചാൽ ഞാൻ വരില്ലെന്ന് പറഞ്ഞ ആളാ. ഞാൻ ഓരോ തവണ പോകുമ്പോഴും വീട്ടിൽ പോകുമ്പോഴും ഞാൻ പറയും, എന്താ ഈ സെമിസ്റ്റർ എന്ന് പറയുമ്പോൾ അച്ഛാ ഒരു 3 സപ്ലി ഉണ്ട് എന്ന് പറയും. അപ്പം സത്യസന്ധമായി പറയുകയാണല്ലോ, 3 സപ്ലി ഉണ്ട്, 4 സപ്ലി ഉണ്ട്, അത് ക്ലിയർ ചെയ്തെടുക്കണം. അടുത്ത തവണ പോകുന്നു, എത്ര സപ്ലി ഉണ്ട്? അച്ഛാ ഒരു 3-4 സപ്ലി ഉണ്ട്, അത് ക്ലിയർ ചെയ്തെടുക്കണം. ഏത് സപ്ലി? അങ്ങോട്ട് പോയാലല്ലേ, പരീക്ഷ എഴുതിയാലല്ലേ. പക്ഷേ ഈ 3.5 വർഷം ഇപ്പൊ എവിടെയായിരുന്നു? അതൊരു അധോലോകം പോലെ ഒരു ജീവിതമായിരുന്നു. ഞാൻ എന്റെ ജീവിതം ഞാൻ എന്തെങ്കിലും ഒരു സിനിമയാക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അന്ന് ഞാൻ അത് തിയേറ്റർ മസ്റ്റ് വാച്ചാ. കാരണം ഫുൾ ഇല്ലീഗൽ, മറ്റേ നാർക്കോട്ടിക്സ് ഇസ് എ ഡർട്ടി ബിസിനസ്. കണ്ടു എന്റെ ഒരു സിനിമ. അപ്പൊ അച്ഛനെ കണ്ടിട്ട് നിന്റെ ഒരു സിനിമ കഴിഞ്ഞ ദിവസം ഇങ്ങനെ വന്നപ്പോ കണ്ടു. നിനക്കറിയില്ലേ ആ സിനിമ ഇതാവില്ല? ഞാൻ പറഞ്ഞ പുതിയ ആൾക്കാരില്ലേ, നമ്മളവരോട് അങ്ങനെ പറഞ്ഞില്ലേ, നീ പറഞ്ഞില്ലേ എന്ന് ചോദിച്ചു. പ്രൊഡ്യൂസറൊക്കെ എന്താണ് ഇതിന്, ആ സിനിമയ്ക്ക് എന്തിനാണ് ഇങ്ങനെ കാശൊക്കെ മുടക്കി, എന്തൊരു സിനിമയാണ് എന്നൊക്കെ. ഞാൻ പറഞ്ഞു, ഇതൊക്കെ കൊണ്ട് നമ്മൾ ജീവിച്ചു പോണ്ടേ, ഇതിലും ഭേദം മരിക്കുന്നതാണ്. അപ്പൊ ഞാനല്ലേ ഇത് എന്നോട് പറയാണ്. അത് കഴിഞ്ഞില്ല, എന്നോട് പറയാ. അത് കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, അമ്മയുടെ മീറ്റിങ്ങിന് വരുന്നത്. ഞാൻ നാട്ടിലില്ല. അവശ്യ കലാകാരന്മാർക്ക് 5000 രൂപ വെച്ച് കൊടുക്കുന്നുണ്ടെന്ന് കേട്ടു. എനിക്ക് കൊല്ലം കിട്ടും, പക്ഷെ എനിക്കത് വേണ്ട, നിനക്ക് വേണം തരാൻ പറയാം. ഷർട്ട് വന്നേക്കാ. ഞാൻ ചോദിച്ചു, ധ്യാൻ ചേട്ടാ ഇങ്ങനെയാണോ ഇന്റർവ്യൂവിന് വന്നിരിക്കണേ? എടി എന്റെ കയ്യിൽ മുണ്ടില്ലാന്ന്. ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് മുണ്ട്. ഒരു മുണ്ട് കൊണ്ടാ വന്ന്. എങ്ങാനും നീ മുണ്ടെടുത്തിട്ട് വന്നെങ്കിൽ മുണ്ടൂരിക്കൊണ്ടുപോയി. ഇത്രയൊക്കെ കള്ളത്തരം ചെയ്തിട്ടും ശ്രീനിവാസൻ ചേട്ടൻ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടിട്ടും വിനീതേട്ടൻ തന്നെ വേണ്ടി വന്നു കേട്ടോ മന്ത്ലി അക്കൗണ്ടിലേക്ക് ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യാനും കെയർ ചെയ്യാനും. അതെ, അതാ പറഞ്ഞേ. പുള്ളി അങ്ങനെ എന്നെ ഒരു മകനെ പോലെയാണ് എന്നെ കണ്ടിരുന്നതും അന്നും ഇന്നും എന്നെ അങ്ങനെ നോക്കിയിരുന്നത്. ലാസ്റ്റ് സിനിമയിലെ ട്വിസ്റ്റ് പോലെ ഈ അച്ഛൻ പൈസ കൊടുത്തിട്ട് പുള്ളി അടച്ചതാണെങ്കിലോ? അല്ല, എന്റെ അച്ഛൻ അങ്ങനെ ഇരിക്കുന്നു. കാരണം ചേട്ടന്റെ കല്യാണത്തിന് പോലെ അവനെ വിളിച്ചാൽ ഞാൻ വരില്ലെന്ന് പറഞ്ഞ ആളാ. അടുത്ത സിനിമയ്ക്കൊക്കെ നമുക്ക് അങ്ങനെ എന്തെങ്കിലും പ്രാങ്കിനൊക്കെ ഒരു പ്രായമുണ്ട്. അതെ, ഇത് പ്രായം കഴിഞ്ഞു. മനസ്സിലല്ലേ പ്രാങ്കിന്റെ പ്രായം? അത് അന്ധകാലത്ത് പ്രാങ്ക് പ്രായമില്ല, പ്രായമുണ്ട്, ഇല്ല. ഞാൻ പറയാം എന്താന്ന് വെച്ചാല് നമ്മൾക്ക് മാനസികമായിട്ട് കോളേജിൽ നിന്ന് പോയിട്ടില്ല, ശാരീരികമായി പോയി. അതിനോട് പ്രസക്തി ഇല്ല. ശരി. അന്നേരം ഒരു പ്രാങ്ക് ഇടക്ക് ഞാൻ ശ്രീനിവാസന്റെ മോനായിട്ട് എന്റെ ഉള്ളിൽ ആ ശ്രീനിവാസൻ ഇറങ്ങി വരും. എല്ലാരും പുച്ഛം, സർക്കാസം എല്ലാം ഇറങ്ങി വരും. ഞാൻ ശരിക്കും മകാനാടാ. ഷർട്ട് വന്നേക്കാ. ഞാൻ ചോദിച്ചു, ധ്യാൻ ചേട്ടാ ഇങ്ങനെയാണോ ഇന്റർവ്യൂവിന് വന്നിരിക്കണേ? എടി എന്റെ കയ്യിൽ മുണ്ടില്ലാന്ന്. ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് മുണ്ട്. ഒരു മുണ്ട് കൊണ്ടാ വന്ന്. എങ്ങാനും നീ മുണ്ടെടുത്തിട്ട് വന്നെങ്കിൽ മുണ്ടൂരിക്കൊണ്ടുപോയി.